രുചിക്കൂട്ട്. ഉഴുന്നുവടയും പരിപ്പ് വടയും ഒക്കെ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവയാണ്. പക്ഷേ കുറച്ച് സമയമെടുക്കും ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ അതിൻ്റെ ആ അരയ്ക്കുന്ന പാകമൊക്കെ കൃത്യമായിട്ടില്ലെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആയി വരികയുമില്ല. പിന്നെ എന്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് സേമിയ വട ഉണ്ടാക്കാം എന്ന് തോന്നുന്നത്. വളരെ എളുപ്പമാണ്. 1 കപ്പ് വേവിച്ച സേമിയ വേവിച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഒഴുക്ക് വെള്ളത്തിൽ പൈപ്പിലെ ടാപ്പ് വാട്ടറിൽ കാണിക്കുക. അപ്പം അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അങ്ങനെ അത് മാറ്റി വയ്ക്കുക. അതിലേക്ക് ഒരു സവോള, 3-4 പച്ചമുളക്, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്കതിലേക്ക് ചേർക്കാവുന്നത് കോക്കനട്ടിൻ്റെ തേങ്ങയുടെ മിൽക്ക് പൗഡറാണ്. അത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു മുട്ട അടിച്ചൊഴിക്കാം. ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു മസാലയും ചേർക്കാം. ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ ഒരു കോണ്ടിനെൻ്റൽ ഫ്ലേവർ വേണ്ടതെങ്കിൽ അത്തരത്തിലുള്ള സൂപ്പ് പൗഡറുകളോ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ പരസ്പരം ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ചേർക്കാം. മൈദയ്ക്ക് പകരം കോൺഫ്ലോർ ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് ഇത് ചെറിയ ഉരുളകളായിട്ട് പരത്തി എണ്ണയിൽ വറുത്തെടുക്കുക. വളരെ എളുപ്പമാണ്, പക്ഷേ നല്ല രുചിയുള്ളതാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചീസ് വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ചീസി ഫ്ലേവർ ഉണ്ടായിരിക്കും എന്ന് മാത്രം. ഇനി ഇതെന്തിലും മുക്കി കഴിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്പം കടുകിട്ട് പൊട്ടിക്കാം. 2-3 വറ്റൽമുളക് ഇടാം, കറിവേപ്പില ഇടാം, പച്ചമുളക് ഇടാം. അതിലേക്ക് ഈ അരച്ച് വെച്ച ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. വഴന്നതിന് ശേഷം ഉപ്പും ചേർത്ത് കുറച്ച് തണുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നല്ല കട്ടിത്തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ കട്ടിത്തൈരിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത്തിരി ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്തതിന് ശേഷം ഈ സേമിയ വടയും കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ മറ്റൊരു വിഭവമായി അടുത്ത എപ്പിസോഡ്. രുചിക്കൂട്ട്. നിർവഹണം ലീന.